കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ജി സുധാകരനെ പിന്തുണയ്ക്കണോ എന്നത് പാർട്ടിയും UDF-ഉം ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഇനിയും വിസ്മയം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM ചെയ്തത് കടുത്ത അനീതിയാണെന്നും ജി സുധാകരൻ നിയമസഭയിലെത്തേണ്ട നേതാവാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജി സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിൽ CPM-ന് മറുപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഏതായാലും അദ്ദേഹത്തോടെ പാർട്ടി ചെയ്തത് വലിയ കടുത്ത അനീതിയാണ്. അദ്ദേഹത്തെ പോലൊരു ഒരു പൊതുപ്രവർത്തകൻ നിയമസഭയിൽ വരേണ്ടത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. CPM നേതൃത്വത്തെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിനവർക്ക് മറുപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. UDF പിന്തുണ നൽകണമോ വേണ്ടോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചതിന് ശേഷം തീരുമാനങ്ങൾ പറയും. ലേബി സുജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലേബി സുജീന്ദ്രൻ, ജി സുധാകരനെ കൂടെ കൂട്ടാനുള്ള നീക്കം UDF ക്യാമ്പിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സ്വതന്ത്രനായി ജി സുധാകരൻ മത്സരിക്കുമ്പോൾ പിന്തുണയ്ക്കുമോ ഇനി UDF എന്നാണ് അറിയേണ്ടത്. M. ലിജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പലരുടെയും പേരുകൾ അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ജി സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ സുധാകരനെ പിന്തുണയ്ക്കാമെന്നതാണോ? ഏത് രീതിയിലാണ് ഇപ്പോൾ ആശയവിനിമയം കോൺഗ്രസ്? വിനിത, തീർച്ചയായും ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് പോകുക. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾക്കൊക്കെ ശേഷം തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ ആ രീതിയിലുള്ള പ്രതികരണങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരികയുള്ളൂ. എന്നാൽ പോലും വിനിത ആലോചിക്കുക, അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ അവിടെ സ്വതന്ത്രനായി വന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 നേട്ടമാണ് ഉള്ളത്. ഒന്നാമത് അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അമ്പലപ്പുഴയിൽ നേരത്തെ V. ദിനകരനും അതുപോലെ D. സുഗതനും ഒക്കെ ജയിച്ച് കയറിയിട്ടുള്ള മണ്ണാണെങ്കിലും മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇത് പൂർണ്ണമായും ഇടതനുകൂല മണ്ഡലമായി മാറിയിട്ടുണ്ട്. പുന്നപ്രവയലാർ സ്മൃതി മണ്ഡലം ഉൾപ്പെടെ മൊത്തത്തോടെ വിപ്ലവ വീര്യത്തിന്റെ മണ്ണാണത്. അവിടെ നിന്ന് ഇത്തരത്തിൽ ജി സുധാകരൻ മത്സരിക്കുമ്പോൾ ഓർക്കുക വിനീത, 2011 അന്ന് 16,000 വോട്ടുകൾക്ക് വിജയിച്ചു. 2016 വന്നപ്പോൾ ഭൂരിപക്ഷം 1,00,000 അത്രത്തോളം സ്വാധീനമുള്ള ഒരാളാണ് അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ. മാത്രമല്ല 2021 അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോഴും ഈ പറയുന്നത് പോലെ ഭൂരിപക്ഷം സ്ഥലം വന്നപ്പോൾ കുറയുകയാണ്. അന്ന് M. ലിജു ആണ് മത്സരിച്ചത്, ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. ഒന്നുകൂടി ഓർക്കുക വിനീത, ജി സുധാകരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹത്തിന് കുട്ടനാട് അതുപോലെ തന്നെ കായംകുളത്തൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങൾ ഇപ്പോൾ നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ ആളുകൾ ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരൊക്കെ വിട്ടു വന്നില്ലെങ്കിൽ പോലും ഇലക്ഷന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ സ്വാധീനം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. കാരണം നിശബ്ദരായിരിക്കുന്ന അതൃപ്തിയുള്ള വോട്ടർമാർ ആ വോട്ടുകൾ മൊബിലൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. അത് മാത്രമല്ല അമ്പലപ്പുഴയിൽ ഒരു വിജയസാധ്യത വരുന്നതിനൊപ്പം തന്നെ സമീപ മണ്ഡലങ്ങൾ കായംകുളം, കുട്ടനാടൊക്കെ അതിന്റെ ഒരു അലയൊലി ഉണ്ടാകുമെന്നും സുധാകരനെ പിന്തുണയ്ക്കുകയാണ് UDF എങ്കിൽ അതിന്റെ ഒരു അലയൊലികൾ, അതിന്റെ ഒരു പിൻബലം UDF ആലപ്പുഴയിൽ ഉണ്ടാകും ആകമാനമെന്നാണ് ലേബി സുജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.